അല്പം നേരത്തെ കഴിഞ്ഞ് സിദ്ധാർത്ഥ ഗൗരിയുടെ റൂമിലേക്ക് ചെന്നു. അമ്മ അവളുടെ കൈകൾ കൊണ്ട് ഇരിക്കുകയായിരുന്നു. മോളെ, ഇപ്പൊ വേദനയുണ്ടോ? ഇല്ലമ്മ, ഞാൻ ഓക്കെയാണ്. അമ്മയൊന്ന് റെസ്റ്റ് എടുക്കുക. നല്ല കാര്യമായി. ഞാനാണോ ഇപ്പൊ റെസ്റ്റ് എടുക്കണ്ടേ? മോളല്ലേ. അമ്മയ്ക്ക് ഇതൊന്നും ഒരു പണിയേ അല്ല. അവൾ ചിരിയോടെ അമ്മയെ നോക്കി. എന്താണ് അമ്മയും മരുമകളും കൂടി കുശൂഷിക്കുന്നത് എന്ന് എനിക്ക് കേൾക്കാമോ? പോടാ അവിടുന്ന്. മരുമകളോ? ഇതെന്റെ മോളല്ലേ. അമ്മ മരുമകളൊന്നുമല്ല. ആശ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശരി ശരി, അമ്മയെ അച്ഛൻ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അങ്ങേരിപ്പോ എന്തിനാ എന്നെ വിളിക്കുന്നത്? നീ ചെന്ന് പറ ഞാൻ മോളുടെ കൂടെ ഇരിക്കുകയാണെന്ന്. അയ്യോ, അങ്ങനെയല്ല. അമ്മയോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഷെടാ, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ. 5 മിനിറ്റോ? മണിക്കൂർ 2ആയി അമ്മ മരുമകളെയും അല്ല മകളെയും കെട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ശരി ശരി, നിനക്കിപ്പോൾ എന്ത് വേണം? ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, അത്രയല്ലേ ഉള്ളൂ. എന്നാ എൻ്റെ മോൻ മോളുടെ അടുത്ത് ഇരിക്കേ. അമ്മേ, അമ്മ പോയിട്ട് വാ. സത്യത്തിൽ വർമ്മ ആശയെ വിളിച്ചിട്ടൊന്നുമില്ല. സിദ്ധാർത്ഥിന് ഗൗരിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ മാത്രമായിരുന്നു അമ്മ അവിടെ നിന്നും ഒഴിവാക്കിയത്. അമ്മ പോയതും സിദ്ധാർത്ഥ് വാതിൽ ലോക്ക് ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്നു. ഗൗരി. അവൾ സിദ്ധാർത്ഥിനെ നോക്കാനുള്ള മടിയിൽ തന്നെയായിരുന്നു. കാരണം ഇന്നലത്തെ സംഭവങ്ങൾ തന്നെയായിരുന്നു. ഗൗരി, നീ ഇപ്പോൾ ഓക്കെ അല്ലേ? അതെ. നിനക്ക് ആ പെണ്ണ് ആരാണെന്ന് അറിയില്ലേ ഗൗരി? സത്യത്തിൽ സിദ്ധാർത്ഥ്, ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോഴേക്കും ആരോ അവളുടെ കൈയും പിടിച്ച് പോയി കഴിഞ്ഞിരുന്നു. എന്നാലും നിനക്ക് സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് ആദ്യം ആതിരയുടെ മുഖമാണ് അവൾക്ക് ഓർമ്മയിൽ വന്നത്. എങ്കിലും അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. ശരി ഗൗരി, ഞാൻ എന്തായാലും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥ്, എനിക്കിതിലൊരു പ്രശ്നവുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാം. പ്ലീസ് സിദ്ധാർത്ഥ്, ഈ ഒരു പ്രാവശ്യത്തേക്ക് വെറുതെ വിട. ഗൗരി, നിന്റെ കൈകളുടെ അവസ്ഥ നീ കണ്ടില്ലേ? ഇത്രയും ചെയ്ത ആ ഒരു വ്യക്തിയെ എങ്ങനെ നിനക്ക് വെറുതെ വിടണമെന്ന് പറയാൻ തോന്നുന്നു? സിദ്ധാർത്ഥ്, ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ പ്ലീസ് ദയവ് ചെയ്ത് അതൊന്നും വേണ്ട സിദ്ധാർത്ഥ്. അപ്പോൾ നീ പറയുന്നത് ഞാൻ ഏർപ്പാടാക്കിയ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനാണോ? നിങ്ങൾ എന്തായാലും അവളെ കണ്ടുപിടിക്കാൻ ഇറങ്ങുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു പ്രാവശ്യത്തേക്ക് നമുക്ക് ക്ഷമിക്കാം. ശരി, ഈ ഒരു തവണ നീ പറയുന്നത് ഞാൻ കേൾക്കാം. ഇനി ഇങ്ങനെ ഉണ്ടായാൽ സിദ്ധാർത്ഥിനെ തടയാൻ ഒരിക്കലും ഞാൻ നിൽക്കില്ല. സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അവനെ കോൾ ചെയ്ത് പുറത്തേക്ക് പോയി. അവൻ പുറത്തേക്ക് പോകുന്ന നോക്കി ഗൗരി അങ്ങനെ നിന്നു. ഇത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് അനന്യയ്ക്ക് ഇട്ടിട്ട് പോകാൻ തോന്നിയത്? ഇനി എപ്പോഴാ അമ്മനെ ഒന്ന് കാണാൻ പറ്റുക? കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അറിഞ്ഞ് അവളെ കണ്ടെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി സിദ്ധാർത്ഥന് തന്നെ തിരിച്ചു നൽകണം. ഗൗരിക്ക് എങ്ങനെയെങ്കിലും അനന്യയെ കണ്ടെത്തി സിദ്ധാർത്ഥന് നൽകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഇതേ സമയം ആതിരയും കിരണും. എന്താ ആതിര, നിന്റെ തലയ്ക്ക് വട്ടായോ? നീ എന്തൊക്കെയാ അവിടെ വെച്ച് ചെയ്തത്? പിന്നെ ഞാൻ എന്ത് വേണം കിരൺ? അവൾ നിന്നെ ഹഗ് ചെയ്യുന്നത് നോക്കി ഒരു കണ്ണ് പൊട്ടിയ പോലെ നിൽക്കണമായിരുന്നോ? അതിന് കിരണിന്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം കിരണാണ് അവളെ കടന്നു പിടിച്ച് അവനോട് ചേർത്ത് കെട്ടിപ്പിടിച്ചത്. അല്ലെങ്കിലും കിരൺ അവളെ പോലെ ഒരു പീറപ്പെണ്ണ് എങ്ങനെ അത്രയും വലിയ റെസ്റ്റോറൻറ്റിൽ വന്നു? കുറച്ച് ദിവസമായി അവളെ കാണാതെയായിട്ട് എനിക്ക് അങ്ങോട്ട് എങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. ആതിര, അവൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ വന്നോട്ടെ, നിനക്കെന്താ പ്രശ്നം? എന്നാലുമില്ല, ഞാൻ പോവാണ്. എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്. പിന്നെ നീ ചോദിച്ച ക്യാഷ് ഞാൻ അയച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ റീഫണ്ട് തരണം, മറക്കരുത്. എന്താ കിരൺ ഇത്? എന്നെ വിശ്വാസമില്ലാത്ത പോലെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓഫീസിലേക്ക് പോട്ടെ, കുറച്ച് വർക്കുണ്ട്. കിരൺ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ആതിരയുടെ സംശയങ്ങൾ അപ്പോഴും മാറിയിട്ടില്ലായിരുന്നു. എന്നാലും ഈ കുറച്ച് ദിവസം അവൾ എവിടെയായിരിക്കും പോയിരിക്കുക? എന്തായാലും അവൾ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. കണ്ടെത്താനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യണം. എന്നിട്ട് വേണം അവളെ വിക്രമന് കൈമാറാൻ. പിന്നീട് രാജയോഗമാണ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും. അവൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അധികം വൈകാതെ അവൾ വീട്ടിലേക്ക് പോയി. 2 ആഴ്ചയ്ക്ക് ശേഷം ആതിര ഇപ്പോൾ ഓക്കെയാണ്. അപ്പുവിനെ ഹോസ്പിറ്റലിൽ നിന്നും അവന് വേണ്ടി സിദ്ധാർത്ഥ് വാങ്ങിയ ഫ്ലാറ്റിലേക്ക് മാറി. അവിടെ അവന് ജോലികൾ ചെയ്ത് കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയതിനേക്കാളും ഉഷാറിൽ തന്നെയാണുള്ളത്. പതിവ് പോലെ അമ്മ ഗൗരിയുടെ റൂമിലേക്ക് വന്നു. എന്നത്തെയും പോലെ തെളിഞ്ഞ മുഖമായിരുന്നില്ല അമ്മയുടേത്. ഇപ്പോൾ കരയുമെന്ന അവസ്ഥയായിരുന്നു. ഗൗരി കുളി കഴിഞ്ഞ് മുടി തോർത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമ്മ വന്നത്. അവളുടെ കയ്യിലെ തോർത്ത് വാങ്ങി അവളുടെ തലയമ്മ തോർത്താൻ തുടങ്ങി. കുഞ്ഞിലെ ഗൗരിയുടെ അമ്മ ചെയ്തത് അവൾക്ക് ഒരു നിമിഷം ഓർമ്മ വന്നു. അവൾ തിരിഞ്ഞ് അമ്മയെ നോക്കിക്കൊണ്ട് താങ്ക്സ് എന്ന് പറയാൻ ഒരുങ്ങിയതും അമ്മയുടെ മുഖം കണ്ട് അവൾക്ക് വല്ലാതെയായി. എന്താ അമ്മ, എന്താ മുഖമേലാം ഇങ്ങനെ? അത് കേട്ടതും ആശ കരഞ്ഞുകൊണ്ട് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. മോളെ, എൻ്റെ പൊന്നു മോളെ. അമ്മയുടെ വിഷമം കണ്ട് ഗൗരിക്ക് സങ്കടം വന്നു. അപ്പോഴേക്കും റൂമിലേക്ക് വർമ്മയും സിദ്ധാർത്ഥും വന്നു. എന്താ അമ്മയ്ക്ക് പറ്റിയത്? വർമ്മ സിദ്ധാർത്ഥിനെ നോക്കി. അവരിന്ന് പോവാണ് ഗൗരി. എന്ത്? അമ്മ പോകുവാണെന്നോ?
ഗൗരിക്ക് അത് കേട്ടതും വല്ലാത്ത വിഷമമായി. അമ്മ കൂടെ പോയാൽ ഈ വീട്ടിൽ താൻ ഒറ്റയ്ക്കാവുമെന്ന തോന്നൽ അവളെ വിഷമത്തിലാഴ്ത്തി. അങ്കിൾ എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നത്? കുറച്ച് ദിവസം കൂടി എൻ്റെ കൂടെ നിന്നൂടെ? ഇത് അമ്മയുടെയും അച്ഛൻ്റെയും തീരുമാനമല്ല, ഇത് ഞാനെടുത്ത തീരുമാനമാണ്. സിദ്ധാർത്ഥ് പറയുന്നത് കേട്ട് ഗൗരിക്ക് അവനോട് എന്തെന്നില്ലാത്ത ദേഷ്യമായി. എന്താ സിദ്ധാർത്ഥ്, അമ്മയും അച്ഛനുമല്ലേ അവര്? ഇഷ്ടമുള്ള അത്രയും അവിടെ നിൽക്കട്ടെ. വേണ്ട, ഇവർക്ക് ഇവിടുന്ന് കുറച്ച് മാറി ഞാനൊരു വീട് വാങ്ങിയിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഇന്ന് ഇങ്ങോട്ടേക്ക് അവർ പോവും. എന്തിനാ സിദ്ധാർത്ഥ്? എനിക്കിഷ്ടമല്ല ഗൗരി, അത്ര തന്നെ. സത്യത്തിൽ സിദ്ധാർത്ഥിന് അവൻ്റെതായ ഒരു സ്പേസ് ആയിരുന്നു ഇഷ്ടം. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ ഈ തീരുമാനത്തിൽ അമ്മയ്ക്കും ഗൗരിക്കും വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. ശരി അമ്മേ, വാ, സമയമായി. സിദ്ധാർത്ഥ ഒരു ദയയുമില്ലാതെ അമ്മയോടായി പറഞ്ഞു. മോളെ ഗൗരി, അമ്മ ഇടയ്ക്ക് വരാം. മോള് നല്ലതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഈ ദുഷ്ടനല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. വന്നാൽ 3 ദിവസത്തിൽ കൂടുതൽ നിർത്തിയില്ല. ഇപ്രാവശ്യം മോൾ ഉള്ളത് കൊണ്ട് 2 ആഴ്ച നിൽക്കാൻ പറ്റി. ഞങ്ങൾ പോട്ടെ. അമ്മ പറയുമ്പോൾ അമ്മയുടെ ശബ്ദം സങ്കടം കൊണ്ട് ഇടറുന്നുണ്ടായിരുന്നു. അമ്മ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് മുടികളിൽ തടവിക്കൊണ്ട് പറഞ്ഞു. പോട്ടെ മോളെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ട് ആശ ഒന്നുകൂടി അവളെ കെട്ടിപ്പിടിച്ചു. വാ അമ്മ, പോകാം, സമയമായി. സിദ്ധാർത്ഥിന്റെ ധൃതി കണ്ട് ശരിക്കും ഗൗരിക്ക് അവനെ അടിച്ചു കൊല്ലാനാണ് തോന്നിയത്. പതിയെ അമ്മ അവളെ വിട്ടുമാറി വർമ്മയുടെ അടുത്തേക്ക് ഒരേങ്ങളോട് ചെന്ന് നിന്നു. അയ്യേ എൻ്റെ അമ്മണി, നീ വിഷമിക്കല്ലേ. ഇവിടെ അടുത്തല്ലേ, നമുക്ക് വേണ്ടപ്പോൾ വരാമല്ലോ. പിന്നെ കുഞ്ഞിലെ മുതലേ നമ്മൾ തന്നെയല്ലേ നമ്മുടെ സിദ്ധാർത്ഥിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി താമസിക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്തത്. പക്ഷെ എനിക്കിപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുകയാണ്. വർമ്മ ആശയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് തലോടി. വിഷമിക്കല്ലേ. ദേ, വിഷമിച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മോളും നല്ല വിഷമത്തിലായിരിക്കും. ഇല്ല, എനിക്കൊരു വിഷമവുമില്ല. കരഞ്ഞുകൊണ്ട് കണ്ണുകളുമായി ചിരി മുഖത്ത് വരുത്താൻ പറ്റാതെ ആശ പെടാപ്പാട് പെടുന്നത് കണ്ട് ഗൗരി പറഞ്ഞു. അമ്മയുടെ സങ്കടം എനിക്ക് നന്നായി മനസ്സിലാവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മയുടെ മകൻ സിദ്ധാർത്ഥ ഒറ്റയ്ക്കുള്ള ജീവിതമായിരിക്കും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിലും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. ഗൗരിയുടെ ആ പഴഞ്ചൊല്ല് കേട്ടതും സിദ്ധാർത്ഥിന് അവളെ വലിച്ചു കയറാനാണ് തോന്നിയത്. സിദ്ധാർത്ഥ ദഹിപ്പിക്കുന്ന പോലെ ഒരു നോട്ടം അവളിലേക്ക് പാച്ചു. അധികം വൈകാതെ തന്നെ അച്ഛനും അമ്മയും യാത്രയായി. അവരെ കൊണ്ടുപോയി ആക്കാൻ സിദ്ധാർത്ഥ് പോയിരുന്നു. അവർ പോയതും ഒരു കല്യാണ വീട് ഒഴിഞ്ഞതുപോലെയായിരുന്നു ഗൗരിക്ക് തോന്നിയത്. ഒരു വീട്ടിൽ നിന്നും പെട്ടെന്ന് ഒരുപാട് പേർ ഒപ്പം ഇറങ്ങിപ്പോയ ശ്മശാന മൂകതയായിരുന്നു അവിടെ. അല്ലെങ്കിൽ തന്നെ ഇതെന്തു മകനാണ്? സ്വന്തം അമ്മയെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഒരല്പ ദിവസം കൂടെ നിർത്താൻ പറ്റാത്ത മക്കൾ ഉണ്ടാകുമോ? എൻ്റെ ഗണേശ, അല്ലെങ്കിൽ ചില പണക്കാരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പൊതുവെ മക്കൾ വലുതായാൽ മറ്റൊരു റൂമിലേക്ക് മാറ്റിയാണ് കൊടുക്കുന്നത്. സ്വന്തമായൊരു വീട് നൽകി ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ജീവിതം അവർ തന്നെ തീരുമാനപ്പെടുത്തി കൊടുക്കുന്നു. അച്ഛനെയും അമ്മയെയും പതിയെ വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം സിദ്ധാർത്ഥ് നേരെ അവൻ്റെ കമ്പനിയിലേക്കാണ് വന്നത്. അപ്പോഴാണ് വിനോദ് 1-2 ഇൻവിറ്റേഷൻ കാർഡ് സിദ്ധാർത്ഥിന് കൊണ്ടുവന്ന് കൊടുത്തത്. അതിലൊരു പാർട്ടി ഇന്നായിരുന്നു. സിദ്ധാർത്ഥ് എല്ലാം അല്പനേരം ചിന്തിച്ച ശേഷം അവിടെ നിന്നും ഇറങ്ങി. സിദ്ധാർത്ഥ് നേരെ പോയത് ഒരു ഫാഷൻ ഹബ്ബിലേക്കായിരുന്നു. സ്ത്രീകളുടെ മാത്രം വസ്ത്രങ്ങളുള്ള ഒരു ഹബ്ബിലേക്ക്. അവിടെ റെഡി ടു വെയർ ഡ്രസ്സസ് ഒരുപാടുണ്ടായിരുന്നു. അവൻ അവിടെ ചുറ്റിലും നോക്കി. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ സ്കൈ ബ്ലൂ ഗൗണിൽ ഉറക്കി. പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് ഓടി വന്നു. സിദ്ധാർത്ഥ് സാർ, നിങ്ങൾ? യെസ്, ഞാൻ തന്നെ. സാർ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? തീർച്ചയായും. ഈ ഗൗൺ എനിക്ക് ഒരുപാട് ഇഷ്ടമായി സാർ. ഈ ഡിസൈനിൽ ഒന്നേ ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ വാങ്ങുന്നതിന് ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. എനിക്കിത് വേണം. തീർച്ചയായും സാർ, ഇത് സിൻഡ്രല്ല രാജകുമാരിയുടെ ഗൗൺ മോഡലാണ്. സിദ്ധാർത്ഥ് ചെറിയ പുഞ്ചിരിയോടെ തലയാട്ടി. ആ ഗൗൺ പാക്ക് ചെയ്ത് സിദ്ധാർത്ഥ് പറഞ്ഞതിലും കൂടുതൽ പണം നൽകി. സോറി സാർ, ഇത് അധികമുണ്ട്. അതിനും സിദ്ധാർത്ഥ് ഒരു പുഞ്ചിരിച്ചു. ആ ഗൗൺ അവൻ വാങ്ങിയത് ഗൗരിക്ക് വേണ്ടിയായിരുന്നു. ഇന്നത്തെ പാർട്ടിയിൽ അവളെ കൂടെ കൊണ്ടുപോകാൻ സിദ്ധാർത്ഥ തീരുമാനിച്ചിരുന്നു. അധികം വൈകാതെ വീട്ടിലെത്തിയ സിദ്ധാർത്ഥ നേരെ ഗൗരിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. എങ്കിൽ അവളെ അവിടെയൊന്നും കണ്ടില്ല. ഇവളിത് എവിടെ പോയി? സിദ്ധാർത്ഥ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച വാസുവിനെ വിളിപ്പിച്ചു. സാർ, മോളിത് ഗാർഡനിലുണ്ട്. ഗാർഡനിൽ അവൾക്കെന്താ പണി? അറിയില്ല. ആരോടും അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ പോയിക്കോളൂ. വാസു അവിടെ നിന്നും പോയി. സിദ്ധാർത്ഥ ബാൽക്കണിയിൽ നിന്നും അവളെ നോക്കാനായി തീരുമാനിച്ചു. അവിടെ അവളെ കണ്ട സിദ്ധാർത്ഥ അറിയാതെ തന്നെ പുഞ്ചിരിച്ചു. അവൾ പൂക്കളോടും ചെടികളോടും സംസാരിക്കായിരുന്നു. ഇടയ്ക്ക് അവരെ ചീത്ത പറയുന്നുമുണ്ട്. നീ ആരാണെന്ന് നിന്റെ വിചാരം? ഈ ഗൗരിയെ നിനക്ക് ശരിക്കും അറിയില്ല. നിന്നെ ഞാൻ സത്യത്തിൽ അമ്മയും പോയ ശേഷം അവൾ ഒറ്റയ്ക്കായിരുന്നു. സിദ്ധാർത്ഥനോട് പറയാനുള്ളതെല്ലാം അവൾ ചെടികളോടായി പറയാൻ തുടങ്ങി. എടാ സിദ്ധാർത്ഥ വർമ്മേ, നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ ബോഡി ഗാർഡ്സും ആ അമ്മനും ഒക്കെ പേടിക്കും. ഞാൻ പേടിക്കില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് നോക്ക്. ഇപ്പം മുന്നിലുണ്ട് ഒറ്റ ഇടിയും ഒറ്റ തൊഴിയും തന്നേനെ. പാവം അമ്മ ഇവിടെ നിന്നും എന്തിനാടാ കൊണ്ട് വേറെ വീട്ടിലാക്കിയേ? അവൾ ദേഷ്യപ്പെടുന്ന ചെടിയുടെ അടുത്തേക്ക് അവൾ കുനിഞ്ഞിരുന്നു. പക്ഷേ ഇടയ്ക്ക് തന്നെ കണ്ടാലൊന്ന്. അവൾ അതും പറഞ്ഞുകൊണ്ട് ചുറ്റിലും കണ്ണോടിച്ചു. പക്ഷേ മുകളിൽ സിദ്ധാർത്ഥ ഉള്ളത് അവൾ കണ്ടില്ല. ശേഷം അവൾ തുടർന്നു. സത്യം പറയാലോ, ഇടയ്ക്ക് സിദ്ധാർത്ഥയെ നിങ്ങളെ കണ്ട ഒന്ന് പ്രേമിക്കാനൊക്കെ തോന്നും. നിങ്ങൾക്കറിയോ, ശരിക്കും നിങ്ങളെ എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാൻ?
പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വേറെ ആളല്ലേ, സാരമില്ല, വൺ സൈഡ് ലവ് ആണ് കൂടുതൽ ഭംഗി. അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ പൂവിലൊരു ഉമ്മ കൊടുത്തു. സത്യത്തിൽ ഇത് കണ്ട സിദ്ധാർത്ഥിന് അവൻ്റെ കവളിൽ അവൾ ഉമ്മ വെച്ചതുപോലെയാണ് തോന്നിയത്. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഗൗരി പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. അവൾക്ക് ചുറ്റും സുഗന്ധം മാത്രം തരുന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പെട്ടെന്ന് അവൾ മുകളിലേക്ക് നോക്കി. അവിടെ നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടതും അവൾ ഞെട്ടിത്തെറിച്ചു പോയി. എൻ്റെ ഈശ്വര, ഇങ്ങെരുതെപ്പോൾ വന്നു? അയ്യോ, ഞാൻ പറഞ്ഞത് കേട്ട് കാണുമോ? സിദ്ധാർത്ഥിന് ചൂണ്ടുവിരൽ കൊണ്ട് അവളെ മുകളിലേക്ക് വരാനായി വിളിച്ചു. അവളുടെ മുഖം ആകെ വിളറി വിടത്തിരുന്നു. എൻ്റെ ഈശ്വര! അവൾ ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഗാർഡനിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് വാസു ഹാളിൽ ജോലി ചെയ്യുന്നത് അവൾ കണ്ടത്. വാസു അങ്കിൾ, സിദ്ധാർത്ഥ് എപ്പോൾ വന്നു? സാർ വന്നിട്ട് കുറച്ചു നേരം ആയല്ലോ മോളെ. എൻ്റെ ഈശ്വര, തീർന്നു, എൻ്റെ ജീവിതം തീർന്നു. അവൾ വിളറിയ മുഖത്തോടെ വരുന്നത് കണ്ട് സിദ്ധാർത്ഥ് അവൻ്റെ ഉള്ളിലെ ചിരി കടിച്ചമർത്തി ശേഷം മുഖത്ത് ഗൗരവമുള്ളതാക്കി. സിദ്ധാർത്ഥ്, എന്തായിരുന്നു ഗാർഡനിൽ? അത് പിന്നെ വെള്ളം ഒഴിക്കാൻ. എന്നിട്ട് ഒഴിച്ചോ? ആ, ഒഴിച്ചു. ഇല്ല. ഇല്ലേ? ഈശ്വര, എന്തൊക്കെയാ ഞാൻ പറയുന്നത്? ആ, സിദ്ധാർത്ഥ ഒഴിച്ചു. ഈ ഉച്ച സമയത്ത് ആരാണ് ഗൗരി ചെടിക്ക് വെള്ളം ഒഴിക്കുക? അത് കേട്ടതും അവൾ നാവ് കടിച്ചുകൊണ്ട് ഒരു കണ്ണിറുക്കി. അവൾ തല ഉയർത്തി സിദ്ധാർത്ഥിനെ നോക്കി. പെട്ടെന്നാണ് സിദ്ധാർത്ഥ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് ഗൗരി ശ്രദ്ധിച്ചത്. എൻ്റെ ഈശ്വര, ഇങ്ങേരെ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? അവൾ പതിയെ പിന്നിലേക്ക് മാറി. സിദ്ധാർത്ഥ്, ഞാൻ ഗൗരിയാണ്. അവൻ പിന്മാറാതെ അവളുടെ അടുത്തേക്ക് തന്നെ നടന്നുകൊണ്ടിരുന്നു. അവൾ ചെന്ന് കട്ടിലിടിച്ചു നിന്നു. സിദ്ധാർത്ഥ അവളുടെ മുഖത്തോട് അടുത്ത് വന്ന് പതിയെ താഴ്ന്നു. അയ്യേ, ഈ മനുഷ്യൻ എന്തായി ചെയ്യുന്നത്? അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് സ്റ്റക്കായി നിന്നു. അല്പം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ കണ്ടവൾ കണ്ണു തുറന്നു. എന്താടോ, താൻ ഉറങ്ങിയോ? സിദ്ധാർത്ഥ ചോദിച്ചു. എന്നാ, ഇത് തനിക്ക് വേണ്ടി വാങ്ങിയതാണ്. നമുക്കിന്ന് നൈറ്റ് ഒരു പാർട്ടിയുണ്ട്, അതിന് ഇതിട്ട് വേണം താൻ വരാൻ. സിദ്ധാർത്ഥ്, ഞാൻ പാർട്ടിക്ക് താൻ എൻ്റെ കൂടെ വരും, കൂടുതലൊന്നും പറയണ്ട. പിന്നെ അവൾക്ക് സംസാരിക്കാൻ ഒരവസരം നൽകാതെ സിദ്ധാർത്ഥ് അവിടെ നിന്നും പോയി. ഗൗരി സിദ്ധാർത്ഥ് അവൾക്ക് നൽകിയ ആ ബോക്സ് തുറന്ന് നോക്കി. സത്യത്തിൽ അത് കണ്ടല്ലോ അവൾ ഞെട്ടിപ്പോയി. അവളുടെ ഫേവററ്റ് കളർ ഡ്രസ്സായിരുന്നു അത്. അവൾക്ക് ആ ഗൗണിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയത് പോലുമില്ല, അത്രയും മനോഹരമായിരുന്നു അത്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് കുഞ്ഞായിരുന്നപ്പോഴാണ് ഈ ബ്ലൂ കളർ പ്രിൻസസ് ഫ്രോക്ക് അച്ഛൻ വാങ്ങി തന്നത്. അത് വാങ്ങി അവൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു, ഇനി അടുത്ത സ്കൈ ബ്ലൂ പ്രിൻസസ് ഫ്രോക്ക് എൻ്റെ മോളുടെ രാജകുമാരൻ വാങ്ങി തരുമെന്ന്. അച്ഛാ, ഇതാണോ ആ രാജകുമാരൻ? അവൾ ആ വസ്ത്രം കെട്ടിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി ചോദിച്ചു. അന്ന് വൈകുന്നേരം സിദ്ധാർത്ഥ് 5 മണിക്ക് ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഗൗരി 6 മണിക്ക് നമുക്ക് ഇറങ്ങണം, 7 മണിക്കാണ് പരിപാടി, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങാൻ നോക്കിക്കോളൂ. സിദ്ധാർത്ഥ് അതും പറഞ്ഞുകൊണ്ട് ഫോൺ ചെവിയിൽ വെച്ചുപോയി. ഒരു ചെറിയ കുളി പാസ്സാക്കി ഗൗരി. സിദ്ധാർത്ഥ് അവൾക്കായി വാങ്ങിയ സിൻഡ്രല്ല ഗൗൺ എടുത്ത് ധരിച്ചു. അതിൻ്റെ പിൻവശം മുഴുവൻ ഓപ്പൺ ആയിരുന്നു. വലിയ ബോർ തോന്നിക്കാതിരിക്കാൻ ഒരു നൈസ് വള്ളിയും ഉണ്ടായിരുന്നു. പക്ഷേ ഗൗരിക്ക് അത് കെട്ടാൻ കൈ എത്തുന്നില്ലായിരുന്നു. ഒരുപാട് നേരം നോക്കിയെങ്കിലും അവളെ കൊണ്ട് അതിന് പറ്റിയില്ല. പെട്ടെന്ന് സിദ്ധാർത്ഥ് റൂമിലേക്ക് വന്നു. ഗൗരി, അതും പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റക്കായി നിന്നു. സത്യത്തിൽ ആ ഗൗൺ ഇങ്ങനെ ബാക്ക് ഓപ്പൺ ഉള്ളത് സിദ്ധാർത്ഥിനും അറിയില്ലായിരുന്നു. അവളുടെ ശരീരം വെളുത്തു തുടുത്തതായതുകൊണ്ട് തന്നെ അവളുടെ പുറം നല്ല ഭംഗിയായിരുന്നു. സിദ്ധാർത്ഥിനെ കണ്ടതും അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. സിദ്ധാർത്ഥ്, അവൾ വിളിച്ചതറിയാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. സിദ്ധാർത്ഥ്, അവൾ വീണ്ടും വിളിച്ചു. ആ, നോക്ക്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? എന്താ? ഈ ബാക്കിലുള്ള ഈ വള്ളി ഒന്ന് കെട്ടിത്തരുമോ? അവൾ അവനോട് സഹായം മാത്രമായിട്ടാണ് തോന്നിയത്. അതിൽ അവൾക്ക് മറ്റൊരു ഉദ്ദേശവും കണ്ടിരുന്നില്ല. എവിടെ? സിദ്ധാർത്ഥ് വള്ളി ചോദിച്ചു. ഇതാ സിദ്ധാർത്ഥ്, അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ പുറത്തെ സ്വർണ്ണ നിറമുള്ള രോമങ്ങൾ അവൻ കണ്ടു. അവൻ്റെ കൈകൾ അറിയാതെ ആണേലും അവളുടെ പുറത്ത് തട്ടുന്നത് അവളിൽ വല്ലാത്തൊരവസ്ഥ തന്നെ സൃഷ്ടിച്ചു. അവളുടെ സ്വർണ്ണ നിറമുള്ള രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ കണ്ടു. അവളുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. ഈശ്വര, വേണ്ടായിരുന്നു എന്ന തോന്നൽ അവളിലും ഉണ്ടായി. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും സിദ്ധാർത്ഥിൻ്റെ കൈകളിലെ വിറയൽ വിട്ടുമാറിയിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ അവളുടെ പുറം മുഴുവൻ പരത്തി നടന്നു. കയ്യിൽ നിന്നും വള്ളികൾ വീണ് പോകുന്നത് അവന് വല്ലാത്ത ദേഷ്യം പിടിപ്പിച്ചു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് രാധ വന്നത്. പോകും മുന്നേ ഗൗരിക്ക് ജ്യൂസ് നൽകാൻ സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥിനെയും ഗൗരിയും കണ്ടതും രാധ മാറി തിരികെ പോകാൻ ഒരുങ്ങി. അത് കണ്ടതും സിദ്ധാർത്ഥ് അവരെ വിളിച്ചു. രാധ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. സർ, ഞാൻ അറിയാതെ. അതൊക്കെ പോട്ടെ, ജസ്റ്റ് ഇതൊന്ന് കെട്ടാൻ സഹായിക്കുക. സിദ്ധാർത്ഥ താൻ ചെയ്ത ജോലി രാധയ്ക്ക് കൈമാറി. അത് ഗൗരിക്കും ആശ്വാസം നൽകി. ഏതാനും സെക്കൻഡ് മാത്രം എടുത്തുകൊണ്ട് രാധ അത് കെട്ടി തിരികെ പോയി. ആ ഡ്രസ്സിൽ ഗൗരി ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു. ഗൗരി, താൻ സുന്ദരിയായിട്ടുണ്ട്. അറിയാതെ സിദ്ധാർത്ഥ് പറഞ്ഞു. താങ്ക്സ്. അവളിൽ നിന്നും മറുപടി കേട്ടപ്പോഴാണ് താൻ പറഞ്ഞത് ഉച്ചത്തിലായെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായത്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ഭാഗം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കുമേ.